ഗുഡ് മോർണിംഗ്. അഫ്രഷ് എടുക്കുന്ന വിധം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. ഇതാണ് അഫ്രഷ്. ഒരു ഗ്ലാസ് എടുത്തു വെച്ച് അതിൽ 2 സ്കൂപ്പ്, ചെറിയ സ്കൂപ്പ് അഫ്രഷ് ഇടുക. കണ്ടോ? ഇതുപോലെ. രണ്ട് സ്കൂപ്പ്. എന്നിട്ട് ഇതിൽ ചൂടുവെള്ളം ഒഴിക്കുക. തണുത്തതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ച് അത് നിങ്ങൾ കഴിക്കുക. ഇതാണ് അഫ്രഷ്. അടുത്തതായിട്ട് ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിധമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിന് മിക്സിയുടെ ജാറിൽ ജ്യൂസറിൽ 300 മില്ലി തണുത്ത വെള്ളമോ അല്ല തണുക്കാത്ത വെള്ളമായാലും കുഴപ്പമില്ല, നിങ്ങളുടെ സൗകര്യപ്രദം. തണുത്ത വെള്ളത്തിനാണ് ടേസ്റ്റ് കൂടുതൽ. അതില് 2 സ്കൂപ്പ് ഷേക്ക് മേറ്റ് ഇടുക. ഇന്ത്യയിലുള്ളവരാണ് ഇത് ചെയ്യേണ്ടത്. ഇന്ത്യക്ക് വെളിയിലുള്ളവർ സ്കിംഡ് മിൽക്ക് യൂസ് ചെയ്താൽ മതി. അത് വടിച്ചാണ് എടുക്കേണ്ടത്. കണ്ടോ? വടിച്ചാണ് എടുക്കേണ്ടത്. വടിച്ച് 2 സ്കൂപ്പ്. അതിനുശേഷം ഫോർമുല 1 ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 3 കാറ്റഗറിയാണ്: ഓറഞ്ച്, വാനില, സ്ട്രോബെറി. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശരിക്ക് കുലുക്കിയിട്ട് വേണം എടുക്കുവാനായിട്ട്. ഇതും 3 സ്കൂപ്പ് വടിച്ചാണ് എടുക്കേണ്ടത്. ഞാൻ 3-ൽ നിന്നും വടിച്ച് എടുക്കുന്നു എന്ന് മാത്രം. 3 ഫ്ലേവർ യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഷേക്കിന്. വാനില, സ്ട്രോബെറി, ഓറഞ്ച് എന്നിവയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ കഴിച്ചാലും യാതൊരു ഉപകാരവുമില്ല. കറക്റ്റ് അളവിൽ മാത്രമേ ഫോർമുല 1 ആവശ്യമുള്ളൂ. ആയതിനാൽ ശരിക്ക് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കുവാനായിട്ട്. ഇത് കാണാം, ഞാൻ കുലുക്കിയിട്ട് തട്ടിയില്ല. ആയതിനാൽ അതിന്റെ സൈഡിൽ കയറിയിരിക്കുകയാണ്. അത് രണ്ടാമത് കറക്റ്റായിട്ട് തട്ടി അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് വേണം ഒരു സ്കൂപ്പ് എടുക്കുവാനായി. അതിനുശേഷം അടുത്തത് പ്രോട്ടീനും ഇതുപോലെ തന്നെ 1 സ്കൂപ്പാണ് വേണ്ടത്. ശരിക്കും കുലുക്കിയിട്ട് 1 സ്കൂപ്പ് എടുക്കുക. കണ്ടോ? 1 സ്കൂപ്പാണ് ഞാൻ എടുത്തത്. അടുത്തത് ഫൈബർ ഞാൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് കൂടി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. കണ്ടോ? ഹെർബാലൈഫ് എന്ന് എഴുതിയ ഭാഗത്ത് നമ്മൾ വടിക്കുവാനുള്ള പോർഷൻ നിർത്തേണ്ടിയിരിക്കുന്നു. കണ്ടോ? കറക്റ്റായിട്ട് ആ ഏരിയയിലാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം മറ്റേ പോർഷൻ പൊളിച്ചു കളയുന്നു, കീറിക്കളയാണ്. കണ്ടോ? അപ്പോ നമുക്ക് ആ സ്കൂപ്പ് എടുത്തിട്ട് വടിക്കുവാനായിട്ട് ഒരു പോർഷൻ അവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഫൈബർ മാത്രം കുലുക്കാൻ പാടില്ല. കുലുക്കിയാൽ ഇത് പുക പോലെ വെറുതെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഞാൻ എടുത്തിട്ട് ഇതേ പുക പോലെ പോകുന്നത് കണ്ടോ? ശ്രദ്ധിച്ചു നോക്കൂ. കണ്ടോ? അതേ കണ്ടോ? അത് പുക പോലെ അങ്ങ് പോകും. അപ്പൊ കളയാതെ സൂക്ഷിച്ച് ഇടുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചോളൂ, ആ കട്ട് ചെയ്ത പോർഷൻ ഹെർബാലൈഫ് എന്ന് എഴുതിയ പോർഷനാണ്. അപ്പോൾ നമുക്ക് കുലുക്കുമ്പോൾ എവിടെ ആ മീതെ കയറിയിരിക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതിൽ നിന്ന് കറക്റ്റായിട്ട് തട്ടിയിടണം.
ഇതിനുശേഷം മിക്സി ഫസ്റ്റ് എടുത്തു വെച്ച് 5 സെക്കൻഡ് അടിക്കുക. അതിനുശേഷം നിർത്തുക. ജസ്റ്റ് ഷഫിൾ ചെയ്ത് നിർത്തി അത് കൂളായതിനു ശേഷം വീണ്ടും 30 സെക്കൻഡ് അടിക്കുക. അതിനുശേഷം നിർത്തുക. വീണ്ടും ഒരു 5 സെക്കൻഡ് കൂടി അടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ സമയം വലിയ കൊഴുപ്പുണ്ടാകില്ല. അപ്പോൾ കൊഴുപ്പിനു വേണ്ടി നിങ്ങൾ നിർത്തിയിട്ട് വീണ്ടും ഒരു 10-15 സെക്കൻഡ് കൂടി അടിച്ചാൽ നല്ല തിക്കായിട്ട് ഷെയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ന്യൂട്രീഷൻസിന്റെയും വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബർ, പ്രോട്ടീനിന്റെ സമീകൃത ആഹാരമാണ്. ഓക്കെ, വെരി താങ്ക് യു.